അപ്പോൾ ദാ ആ വിശേഷങ്ങളൊക്കെ പറയണേക്കാളും മുന്നേ നോക്കിയേ ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പം സംഭവിക്കുന്നുണ്ട്. പിന്നെ അവൻ ടാങ്ക് പറയാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ടാങ്ക് പറയാൻ വന്നു. അപ്പം എന്തായാലും നമ്മൾ തോറ്റെടുക്കാൻ തയ്യാറല്ലാത്ത കാരണം ഞങ്ങൾ ഈ റൊണാൾഡോ മോട്ടർ ഇട്ടിട്ട് അതിലല്ല കളി. അപ്പം ആ താപ്പിൽ മറഡോണ ഇപ്പം ഞാനേ അപ്പം കുഴപ്പമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഇന്നേ ഞാനുണ്ടല്ലോ നമ്മുടെ ബ്രൊക്കോളി നോക്കിയേ. ആ ഫസ്റ്റത്തെ ആട്ടോ അതാ ഉണ്ടായി തുടങ്ങിയത്. ആദ്യത്തെയാണ് ഇതിമേക്ക് ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ ബ്രൊക്കോളി മുറിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ തൊട്ട് വീട്ടിലത്തെ കുട്ടിയുണ്ട് റിഹാൽ എന്ന് പറഞ്ഞിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ബ്രൊക്കോളി. അപ്പോൾ ഇത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ മുറിക്കണേ. നോക്കിയേ ഭയങ്കര ഭംഗിയായിട്ടാ കാണാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കാലത്തേ തന്നെ കൊണ്ടുകൊടുക്കാന്ന് വെച്ചു ഞാൻ. അവൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാട്ട് ഈ ടൈമിൽ തന്നെ പോണത്. നമ്മളെ പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുക. നമ്മുടെ പിന്നാലെ വരാൻ വേണ്ടിയിട്ടേ ടൈസനും റുസ്ബേളി റിഹാൻ കുട്ട സ്കൂൾ വാൻ വരാറായോ? ഇതെന്താന്ന് നോക്കിയേ. ഇതെന്താ പറയാ ബ്രൊക്കോളി നോക്കിയേ. ഇഷ്ടായോ പെണ്ണുണ്ടെ? അത് കെട്ടിയപ്പോഴേക്ക് അവനത് കൊണ്ടുപോയി. അപ്പൊ ശരിട്ടാ. ഇല്ല നമ്മുടെ റിഹാനെ ഇതും കൊണ്ട് വേഗം അമ്മേടെ അടുത്തേക്ക് പോയിട്ടാ. പിന്നെ അവൻ ടാങ്ക് പറയാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ടാങ്ക് പറയാൻ വന്നു. ടാങ്ക് ഒന്നും വേണ്ട കേട്ടാ. കേട്ടോ? പേളിക്ക് വന്നിട്ടുണ്ട്. ടാറ്റാ ടാറ്റാ. വാ വാ കുട്ടി വാ വാ. നമ്മുടെ റിഹാനെ ബ്രൊക്കോളിയും കൊണ്ടുകൊടുത്തിട്ട് വരും വഴിക്ക് ഇങ്ങോട്ട് പോന്നു. നേരെ വീട്ടിൽ കയറിയില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് സലാഡിനുള്ള കുക്കമ്പർ ഇല്ല അവിടെ. സാധാരണ പൊട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ ഉള്ളത് ചിലപ്പോൾ കിട്ടാറുണ്ടേ. ഇപ്പം അത് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഇത് പൊട്ടിക്കാറായിട്ടും ഉണ്ട്. നേരെ ഇങ്ങോട്ട് പോന്നു. നാല് കുക്കമ്പർ പൊട്ടിച്ചു. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവാ. ഇനി നമുക്ക് ചക്കിടാൻ പോവാണ്. ചക്കിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിയറ്റ്നാം ഏർലിമത്തെ ചക്കയാണ് ഇടുന്നത്. ചക്ക ഓരോ ദിവസവും ചെല്ലും തോറും നമ്മുടെ ചക്ക തിന്ന് പോവാ. അപ്പോൾ ഇത് ഒരെണ്ണം കൊത്തി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചക്ക മുഴുവൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ട് നിർത്തി ഇപ്പോൾ വിയറ്റ്നാം ഏർലിനെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയണേക്കാളും മുന്നേ നോക്കിയേ ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചോളം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ദിവസമൊക്കെ കാണിച്ചു ചോളം നട്ടിട്ട് അതിങ്ങനെ മുളച്ചൊക്കെ വരുന്നത് നല്ല ഭംഗിയിൽ നല്ല തൈകൾ ആരോഗ്യത്തോടു കൂടി വളർന്നു വന്ന തൈകളായിരുന്നു. പക്ഷേ ഈ നമുക്കിപ്പോൾ തുരപ്പെന്ന് പറഞ്ഞാൽ പെരിച്ചാഴി കണ്ട ഇങ്ങനെ കടമാന്തിയിട്ട് അവർ അതുമത്തെ ചോളമണി ഉണ്ടാവും ചെറുതായിട്ട്, അത് തിന്ന് പോയൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ നമ്മളെ തോൽപ്പിക്കാനാണ് നോക്കണത് ഇത് തിന്നിട്ട്. പക്ഷേ നമുക്കങ്ങനെ തോൽക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തോറ്റെടുക്കാൻ തയ്യാറല്ലാത്ത കാരണം ഞങ്ങൾ ഇനി വിചാരിച്ചോളം എന്തിട്ടാണെങ്കിൽ ഈ ചോളം നട്ടു കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ചോളം അവർക്ക് തിന്നാൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കി നോക്കാമല്ലോ, അതിനുള്ള ഇനിയൊരു വഴി. അപ്പോൾ ഇതാണിപ്പോൾ ഇവർ നമ്മളെ തോൽപ്പിക്കാനാണ് നോക്കണത്. അതേപോലെ ഞാൻ പറഞ്ഞില്ല വിയറ്റ്നാം ഏർലിമത്തി ആയാലും അവർക്ക് തിന്നാൻ നോക്കിയാൽ നമ്മൾ വേറെ പാഴംകുടം വാഴ കൊല്ലടക്കം നിർത്തി കൊടുത്തിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അത് തിന്നവർക്ക് ഒരു കൊലയൊക്കെ തിന്ന് കഴിഞ്ഞു തുടങ്ങിയിട്ടാ. എന്നിട്ടാണ് നമ്മുടെ ഈ വിയറ്റ്നാം ഏർലിമയ്ക്ക് കയറിയിട്ടുള്ളത്.
ഈ വിയറ്റ്നാം മേളിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നിട്ടെന്നറിയോ, നല്ല മണം വരും. അപ്പോൾ വന്നാൽ മതി നമ്മളിത് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചക്ക. ഇതിപ്പോൾ പഴുത്തിട്ട് മണം വരാനുള്ള സമയം കൊടുക്കണില്ല. അപ്പോഴേക്കും അവർ കാര്യം എത്ര എണ്ണാന്നറിയോ കാരിപ്പോയത്. അപ്പം ഞങ്ങളിപ്പോൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത് നോക്കിയിട്ട് കവറിട്ട് വെച്ചു. ഇതൊക്കെ കവറിട്ട് നിർത്തി നോക്കുക. ആരാ വന്ന് കാരനെന്നൊന്നും അറിയില്ലല്ലോ. നമ്മുടെ പേരക്കായ കവറിട്ട് നിർത്തുക, അത് പോട്ടെ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ചക്കയ്ക്ക് ഒരു കവറിട്ടിട്ട് നിർത്തേണ്ട വരുന്നത്. പിന്നെ ഈ വിയറ്റ്നാമിലത്തെ ചക്കയാണെങ്കിൽ ഈ പ്രാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല ഉരുണ്ട ചക്ക, നിറച്ച ചോളയും. പിന്നെ അത് മാത്രമല്ല നല്ല ഓറഞ്ച് കളറ്, ചവിണി തിന്നാം. മടലാണെങ്കിൽ ഒരു ബ്ലേഡിൻ്റെ കനത്തിലെ കളയുണ്ടോ, അത്രയും പഴുത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ്. അങ്ങനെ നല്ല ചക്കയാട്ടാ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ അല്ലാതെ ഇടട്ടെ, ആപ്പിളാകുമ്പത്തേയും ഇടണം. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ വിയറ്റ്നാമിലെന്ന് ഇപ്പം എത്ര മാസമായിട്ട് നമുക്ക് ചക്കിട്ട് തുടങ്ങിയിട്ടെന്ന് അറിയാം ഞങ്ങൾ. അതായത് നമുക്കിത് വേണ്ടിട്ടുണ്ടെങ്കിലേ ഇപ്പം നമുക്കറിയാം ഇപ്പം പഴുത്ത് തിന്നു തുടങ്ങി നമ്മൾ. അപ്പോൾ എത്ര മാസം മുന്നേ തന്നെ നമ്മൾ ഇടിയൻ ചക്കയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഈ ചക്ക എല്ലാതും ഇറക്കൂടെ, 2 പ്ലാമത്തെ എല്ലാ ചക്കയും ഉള്ളത് മുഴുവൻ ഇറക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, നമ്മൾ എന്നൊന്ന് പറയുന്ന പോലെ ചക്ക ഇടാറുണ്ട്. ഇത് കഴിയുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ, അടുത്തത് പൊട്ടി തുടങ്ങും. അപ്പോൾ അതായത് കൊല്ലത്തിൽ 3 പ്രാവശ്യമാണ് നമ്മുടെ വിയറ്റ്നാമിൽ ചക്ക ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചക്കയ്ക്ക് ക്ഷാമം വരാറില്ല. ഇപ്പം നമ്മുടെ വലിയ പ്ലാവുമ്മയാണെങ്കിൽ ഇഷ്ടം പോലെ ചക്ക ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക കഴിക്കണ പോലെ ഇവിടെ. അപ്പോൾ ഇത് ഇനി കവറൊക്കെ കഴിക്കട്ടെ. പിന്നെ നോക്കി, ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതെ നോക്കിയോ, ഈ പാഴം കൊല കണ്ടോ, അവർ കഴിച്ചിതാ ഒരു കൊല മുഴുവൻ നമ്മൾ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു കൊല കൂടി ആയി വരുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഴംകുട വാഴ നമ്മുടെ ഈ പറമ്പിലായാലും ആ പറമ്പിലായാലും ഒക്കെ നമ്മൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ടാണ് ഇവർ വന്നിട്ട് നമ്മുടെ ഈ ചക്കയും പേരക്കഴിക്കും തിന്നണേ. അത് തിന്നാണെങ്കിൽ ഓട്ടനെത്തുമ്പോന്നല്ല, ഓട്ടനെത്തുമ്പോൾ തിന്ന് അപ്പഴേ അടുത്തമ്മ കാരി അങ്ങനെ പോവാ. അപ്പം ഇത് ഇട്ടഞ്ഞ് ഇനി സ്റ്റൂളുമ്പോൾ കയറണം. ഈ ചക്കമേ ചെറുതായിട്ടൊരു കൊത്തിൽ വന്നു. ഇത് കണ്ട വൈക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി വേഗം കവറിടാം, കവറിട്ടില്ലേ നമുക്ക് ഒറ്റാളും കിട്ടില്ല. കാരണം ദിവസം ചക്ക കൊത്തി വീഴണേ. അപ്പം നമ്മൾ വിചാരിക്കാം ഒരെണ്ണം അങ്ങനെ. ഇത് വലുതുമീൻ കൂടി കൊത്തി കണ്ടപ്പോൾ രാത്രി വന്നിട്ടാട്ടെ ഞങ്ങളിത് കവറിട്ടത്. ഇനി അപ്പുറത്തെ പ്ലാവുമ്പത്തേക്ക് ഇട്ടിട്ട് ആകെ 2 എണ്ണം കൂടി ഉള്ള. അതിൽ ഈ ചക്ക മൂത്തിട്ടില്ല, ഇതൊരാൾ മാത്രമായിട്ട് ഇടണ്ടോ. ഇതിന് നമ്മളരിയുമ്പോളേ തണ്ടിന് നല്ല നീളമുള്ള കണ്ണൊക്കെ ഇടുന്ന ആടുക ചക്ക. ഇത് നല്ല ഉരുണ്ട ചക്കയായി കാണില്ലേ, ചുള നല്ലോണം ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ചുളയായിരിക്കും. ഞാൻ എന്തായാലും ഒരു ചക്ക നമ്മൾ വെട്ടിക്കാട്ടി തരുന്നുണ്ട്, നന്നായി പഴുത്തത്. ഇപ്പൊ 4 ചക്കയായിട്ടോ നമ്മൾ ഇറക്കിയത്. ഇനി ഇതും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ പിന്നാലെ ഒരു വരവുണ്ടാവും. നല്ല ഉറക്കാണ്, ചിലപ്പോൾ അങ്ങനെ കൊടുക്കും അവര്. ഇങ്ങനെ കൊണ്ടേക്കാം നമുക്ക്.
എണീറ്റുണ്ടല്ലോ കുട്ടിപ്പട്ടാളം കുറയ്ക്കുന്നുണ്ട്. എന്താ പട്ടാളോ കുറയ്ക്കണേ? ആരെങ്കിലും വന്നിട്ടുണ്ടാ? കല്യാണിയെ പ്ലാറ്റിനി മോനെ നല്ല ഉറക്കായിരുന്നല്ലോ. ആരെ കണ്ടിട്ടാ കുറച്ചിരുന്നേ? നെയ്മർക്കുട്ടാ റൊണാൾഡോ മോനാണല്ലോ കുറച്ചിരുന്നത്. ആരെ കണ്ടിട്ടാ? നല്ല ഉറക്കായിരുന്നു. അത് കാരണം ആർക്കും എൻ്റെ പിന്നാലെ പൊത്തി പിടിച്ച് കയറാൻ ഉഷാറൊന്നും ഇല്ല കേട്ടാ. പിന്നെ നമ്മുടെ റംബുട്ടാൻ പൂത്തുട്ടാ. നമ്മുടെ 4 റംബുട്ടാൻ തൈകളുണ്ട്. 4 റംബുട്ടാനും നന്നായി പൂത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട്. ഇവിടെ നമുക്ക് റംബുട്ടാൻ മഞ്ഞ റംബുട്ടാനും അതേപോലെ തന്നെ ചുവപ്പ് റംബുട്ടാനാട്ടാ. 2 തരം റംബുട്ടാൻ ഉണ്ട് നമുക്ക്. ഇനി നമ്മളെ കൊപ്ര വെട്ടൽ തുടങ്ങിയിട്ടാ. കൊപ്ര വെട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. 2 ചാക്കേൻ്റെ വെട്ടി നോക്കൽ കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കുറേ നാൾ മുന്നേ തന്നെ കൊപ്ര ഉണക്കി വെച്ചു. അതിൽ കുറച്ച് പച്ചനാളേരുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണങ്ങിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വെട്ടി നോക്കിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വൈകിയത്. അപ്പം ഇനി 2 ചാക്കും കൂടി ഉണ്ട്, ഇതും ഉണ്ട് നുറുക്കാനായിട്ട്. കണ്ടോ, നന്നായിട്ട് ഉണങ്ങണ കാരണേ സുഖമാണ്. എൻ്റെ കൊപ്ര വെട്ടണത് വേറൊരു മുട്ടിയായിരുന്നു. അത് നമ്മുടെ കുട്ടിപ്പട്ടണങ്ങൾക്ക് ബീഫിൻ്റെ എല്ല് പിടിക്കും. അപ്പം അതൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടി പിന്നെ അങ്ങനെ ഉപയോഗിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ പറയുക, കുറേ മുന്നേ ചേന ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട്. ലക്ഷമായിട്ടാ നമ്മൾ 1 2 3 4 5 ഒരു 10 12 15 ചേന ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? 15 10 18 15 ചേന നമ്മൾ ഇങ്ങനെ കുഴി കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതൊക്കെയാ. അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ചേന വിരിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ കടയ്ക്ക് നല്ല വലിപ്പത്തിലേക്ക് നിന്നിരുന്നു. ഇനിയിപ്പോൾ പറിക്കുമ്പോൾ എങ്ങനെയാണാവോ? ഇത് മറ്റേ കമ്പി നമ്മൾ തക്കാളിയില്ലേ, തക്കാളി നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് കുഴിച്ചിട്ടിരുന്നു കമ്പിക്ക് അതിന് താങ്ങ് കൊടുക്കാനായിട്ട്. ആ അതെ, ചെറുതായിട്ടൊന്ന് കണ്ടുവിട്ടാ. അതെ, അതും കമ്പിയാ. നമ്മളന്ന് തക്കാളിക്ക് കുത്തി കൊടുത്തിട്ടേ അതങ്ങനെ ഊരിയിട്ടുണ്ടാവും. ഓ നോക്കിയാ വലിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് കാണുമ്പോ. ആ ചേന പോന്നു. വിചാരിച്ച വലിപ്പില്ല കേട്ടാ. കണ്ട എത്രയുള്ളോ, നല്ല വലിപ്പുണ്ടാവുന്ന വെച്ചു. കണ്ട എത്രയുള്ളോ. പക്ഷെ നമ്മൾ അന്നൊരു ദിവസം മാവിൻ്റെ കടക്കിലത്തെ ഒരു ചേന പറിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊരു വലിപ്പമായിരുന്നു, നല്ല അത് അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അന്ന് അമ്മ പോണൊരു വീഡിയോയിൽ അമ്മയ്ക്ക് ചേന കൊണ്ടുപോകാൻ കൊണ്ട് പറിച്ചത് നല്ല വലിപ്പുണ്ടായിരുന്നു. ഇത് ചെറുതാ. ഇനി ഉണ്ടാവോ വല്ല വിത്തില്ലേ? ആ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും 2 ചേന വരുന്നത്, അത് അതിനെ കുറിച്ച് മാത്രം എനിക്കറിയില്ല കേട്ടാ. ചേട്ടാ അല്ലേ കണ്ട ഏര വരുന്ന കണ്ടാ. ഇതേ നമ്മൾ ഈ ചാണവും എന്താ പറയുക നമ്മുടെ വെണ്ണീറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിക്കണം. കാരണം കപ്പലിൻ്റെ പിണ്ണാക്ക് നിർത്തി അതൊക്കെ ഉപയോഗിക്കണം. കാരണം ഇങ്ങനെ അരി ഉണ്ടാവുന്നത്. വേറെ വേണം നമ്മുടെ മണ്ണിന് നന്നായിട്ട്.
എന്നാലാണ് എന്താ പറയുക മണ്ണിലൊക്കെ വെള്ളമൊക്കെ നട്ടുകൊടുത്ത് നന്നായിട്ടുണ്ടാവുക. ഇത് ചിലപ്പോൾ 2 ചേന വന്നൊരു കാര്യമുണ്ട്. ചില ചേനയ്ക്ക് 2 അല്ല ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞിക്കാറില്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, 2 ചേന കിട്ടിയപ്പോൾ കുഴപ്പമില്ല, വലിപ്പമുള്ളതായി. ഇനി ഇതെങ്ങനെയാണാവോ? ഇതും വലിയ വലിപ്പില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ, ലക്ഷമായിട്ടാ ചെറിയതായിട്ട് തന്നെ തോന്നണേ. ആ എന്താണാവോ അല്ലേ? പക്ഷെ ഇതാ പാകട്ടാ ശരിക്കും. ഹലോ, ചെറിയ ചേനകളാ നമുക്ക് ഈ പ്രാവശ്യം. അല്ല ചേട്ടാ, എനിക്കിപ്പോ ഇത്ര മതി. ആ, ഇതിപ്പോ അവർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട്. നമുക്ക് പണി സ്ഥലത്തേക്ക് കറി വയ്ക്കാനും കൊടുക്കണം. പിന്നെ പിന്നെ വന്നിട്ട് പറിച്ചാൽ മതി. പക്ഷെ ഇതാ പാകം. ചേച്ചി പറയും വലുത് കൊണ്ടു കഴിഞ്ഞാൽ ചേന പിന്നെ നാശാവില്ല, ഇരിക്കും. പക്ഷെ അങ്ങനെ ആവശ്യത്തിന് പറിച്ചാൽ പോരെ, മതിയല്ലേ? ഇവിടെ ഞങ്ങള് ഒരു പ്ലാൻ വിചാരിച്ചിട്ടുണ്ട് നടാനായിട്ട്. പച്ചമുളക് കുറെ തൈകളായിരുന്നേ, എവിടെയെങ്കിലൊക്കെ നടാന്ന് വെച്ചു. ആ, എന്തോരം തയ്യേ വെട്ടാൻ മുളച്ചിട്ടുള്ളത്. മണ്ണിന്റെ കളർ നോക്കിയല്ലേ, നോക്കിയേ. നമ്മുടെ അന്നത്തെ ആ ചാണപ്പൊടി കിട്ടി വെച്ചിന്റെ മണ്ണിന്റെ കളർ നീ കണ്ടോ? നോക്കിയേ, എന്തൊരു ബെസ്റ്റ് കളറാ. ഇനിയിപ്പോ ഇതില് നമ്മള് വേറെ എന്ത് നട്ടുകൊടുത്താലും ഇല്ലേ നന്നായിട്ട് വരും. അതന്നെ. ആ, ഇത് മതി, അത്ര മതി. ഇപ്പൊ ഒരു എന്തിട്ടായാലും 2 ആഴ്ചക്കൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം പറക്കഴിഞ്ഞു. ആ, അതന്നെ നമ്മുടെ കുക്കമ്പറിന്റെ കഴിഞ്ഞോടെ പന്തലിട്ട് അപ്പലത്തെ കാര്യമായിട്ട് അത് പറയാ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വന്ന കമന്റ് ആയിരുന്നു, നമ്മള് തെങ്ങിന്റെ ചുറ്റും നമ്മളിങ്ങനെ കുക്കമ്പർ വെച്ച് കൊടുത്തു, എന്നിട്ട് പന്തലിട്ടപ്പോൾ എല്ലാവർക്കും വലിയൊരു സംശയം തന്നെയായിരുന്നു, തെങ്ങുമ്പോ എങ്ങനെ കയറുക, നാളികേരൊക്കെ ഇടുമ്പോ പൂവില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമയിലെ ഇന്നസെന്റ് ഒരു തെങ്ങമ്മ കെട്ടിട്ടുള്ളത്, മറ്റേ മിസ്റ്റർ അതില് ഇന്നസെന്റ് പറയില്ലേ യൂറിയണെന്ന്, എന്നിട്ട് തെങ്ങിനെ കാണിക്കില്ലേ, അതേമാതിരി ഇത് നിൽക്കുന്നത്. ഇതേ നമ്മള് കളയണമെന്ന് വെച്ചാ തെങ്ങായിരുന്നു, അതിന്റെ കാലാവധി കഴിഞ്ഞു. വേറെ പട്ട വീഴാനും ഇല്ല ഒന്ന്. ഇതാ അപ്പോഴേക്കും ഇതിന്റെ കാലാവധി ഇതിന്റെയും കഴിയും. അപ്പൊ നമുക്കൊരു 3 തെങ്ങുണ്ട് നമുക്ക് തലപ്പോയത് അല്ലേ ഷൈറ്റാ? ഈ തെങ്ങൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തല്ല അല്ലേ ഷൈറ്റാ? എത്ര വർഷമായിട്ടുണ്ട് ഇപ്പൊ ഈ പറമ്പ് നമ്മള് വാങ്ങിയിട്ട്? 10-20 വർഷമായി ഇല്ലേ? നമ്മൾ വാങ്ങിയിട്ട് 20 വർഷമായിട്ടുണ്ട് അല്ലേ? ആ, അപ്പൊ 20 വർഷം. ആ ശരി, ആര്യമോനൊക്കെ കുഞ്ഞിതായിരിക്കും ഇവിടെ കളിച്ചിരുന്നത്. മൂത്ത മോനൊക്കെ രണ്ടാമത്തൊക്കെ ചെറുതോടി നടക്കണ സമയം. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് നാളേരുണ്ടായിരുന്ന തെങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മേടിക്കുമ്പോഴേ തന്നെ അവരെ കയ്യിൽ തന്നെ എത്ര പഴക്കമായിട്ടുണ്ടാണ് ആ തെങ്ങ്. അപ്പം അതുകൊണ്ട് തന്നെ കാലാവധി കഴിയാറായിട്ടുണ്ട്. പുതിയ തെങ്ങും തൈകളൊക്കെ മേടിച്ച് വയ്ക്കണം. ഞാൻ പറയേഷായിട്ടുണ്ട് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ നടന്നതിൻ്റെ ഇടയിൽ കുറച്ച് തെങ്ങും കൂടി മേടിച്ച് വയ്ക്കണം. ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഈ തെങ്ങ് പോയി, അപ്പുറത്ത് ഒരെണ്ണം പോയി, അവിടെ പോയി, കൊറേ പോയി. ഇതുണ്ട് നാളികേരത്തിലേക്ക് ഭയങ്കര വിലയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ നട്ടു കൊടുത്തത് കേട്ടാ. ഒന്നും വീഴാനില്ലാത്ത കാരണം ഉണ്ടാവുന്നുണ്ട്. ഇത് വൈറ്റ് സ്നോ കുക്കമ്പർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് നെറ്റ് പഠിച്ച് കെട്ടാൻ പറ്റിയിട്ടില്ല. ഇത് കെട്ടണം. ഇത് ആയോടെങ്കിലും ഷേട്ടാ കെട്ടണം. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. ബിന്ദു സോമന്റെ മകൻ UK-യിലുള്ള ആകാശിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജനുവരി 28-ാം തീയതി. അപ്പോൾ ജനുവരി 28-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ആകാശിനും ആദിത്യയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സഫിയ KMന്റെ മകൻ സിനാനിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 29-ാം തീയതി. അപ്പോൾ 29-ാം തീയതി ആൻറ്റിക്ക് എന്താ പറയുക ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടായാലും സിനാനിനെ ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ.
സൈഫുന്നീസയുടെ മകൾ ഹവ മറിയം കാസർഗോഡ്. ഹായ് ഹവ മറിയം. ഇനി നമ്മുടെ യൂണിക് ഫാമിലി 2.0 സീരിയലിലേക്കുള്ള പാചകമൊക്കെ നമുക്ക് വെക്കണം. അപ്പം ഞാൻ വിശേഷങ്ങളിലേക്ക് പോകട്ടാ. അയ്യോട്ടാ. പഴം കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ എഡിറ്റിങ്ങിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ നിന്ന് ആരെങ്കിലും യൂണിക് ഫാമിലി 2.0 പോയിട്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നാളികേരമൊക്കെ വിളയിക്കുമ്പോൾ അതിൽ നമ്മളൊരു 3 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ പിടിക്കട്ടെ, കൂടെ വയ്ക്കട്ടെ. നോക്കിയേ. ഓ സൂപ്പർ മുതൽ. ശരിക്കും ഒരു അടിപൊളി 4 മണി പലഹാരമാട്ടോ. ശരിക്കും കഴിച്ചോ നോട്ടത്. അടിപൊളി തന്നെയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാനൊക്കെ മുൻപ് കോഴിക്കോട് പോയിപ്പോൾ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ. കോഴിക്കോട്ടുകാരുടെ പലഹാരമാണിത്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിക്കോളാം. 4 മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാട്ടാ. അപ്പോൾ നിർത്തല്ലേ നമുക്ക്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്. ഇനിയും നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോകണം. അതായത് നോക്കിയേ, മുളക്, നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെ നമ്മൾ ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കണ സമയത്ത് നമ്മൾ അടിയിൽ കുറച്ച് മുളകിൻ്റെ കുരു ഉണ്ടാവില്ലേ, ആ കുരു ഞാനിവിടെ പാവി കൊടുത്തു. അതായത് നമ്മുടെ തക്കാളിയൊക്കെ നട്ട സ്ഥലമായിരുന്നു. പാവി കൊടുത്തപ്പോൾ നോക്കിയാൽ നിറച്ച് മുളകും തേയും അതേപോലെ തന്നെ കുറേ ചീരത്തൈകളും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിലത്തെ എനിക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായിട്ടിന് അവിടുത്തെ പറമ്പിൽ കുറച്ച് സ്ഥലം റെഡിയാക്കി തന്നിട്ടുണ്ട്. അതിൽ കൊള്ളാവുന്ന അത്രയും മുളകും തൈകൾ ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് പറിച്ചെടുക്കട്ടെ. നല്ല എന്താ പറയുക, മണ്ണടക്കേ. കണ്ടോ, ഇതേപോലെ മണ്ണടക്കം നമ്മൾ എടുക്കും. അപ്പം അങ്ങനെ ആകുമ്പോഴേ അധികം വാടാണ്ട് ഇങ്ങനെ നിന്നോളും. പിന്നെ നമ്മുടെ ഈ മുളകും തൈ അവിടെ കൊണ്ടുവയ്ക്കണേൻ്റെ ഒപ്പം അവിടെ നിന്ന് കുറച്ച് ചീരത്തൈ ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം പച്ചച്ചീരത്തൈകളാണ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, പച്ചച്ചീരി ചെറുതായിട്ട് കടയിൽ കണ്ടോ ഇതേപോലെ ചുവപ്പ് കളർ ഉള്ള പച്ചച്ചീര തൈകളായി നമ്മുടെ ഈ പറമ്പിലത്തെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പറമ്പിൽ ആ ഫുൾ പച്ചയായിട്ടുള്ള തൈകൾ നന്നായി മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവരണം. ഇന്ന് കുറേ വട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വരും. നമുക്കിതവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാം. അവിടെ നിന്ന് ചീര പറിച്ചിട്ട് വരാം. അല്ലുവിനും കൊണ്ടുപോന്നു. കഴിഞ്ഞ ദിവസം അല്ലു നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് നടന്നു പോന്നു കേട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് പറമ്പേ വരുമ്പോൾ അവളെ കൊണ്ടുവരണമെന്ന്. കാരണം അവൾ നോക്കുമ്പോൾ എല്ലാവരും നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് വരില്ലേ. പാവം, നല്ല ഇഷ്ടം. പണ്ടൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും പറമ്പിലുണ്ടാവേ. അവിടെ ഇരുന്നോട്ടല്ലോ. അപ്പോൾ
ഇവിടെയാണ് കേട്ടോ നമ്മൾ മുളക് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലേക്ക് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തക്കാളി തയ്യേക്ക് നട്ട ഭാഗത്ത് പച്ച തക്കാളിക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തുമല്ലോ. അപ്പോൾ അതിലിതാ 1-2 തക്കാളി നമ്മളിവിടെ നിർത്തി. ബാക്കിയുള്ള സ്ഥലത്തായിട്ട് നമ്മൾ നടാന്ന് വെച്ചു. കണ്ട എന്ത് ഇഷ്ടമെന്ന് നോക്കിയാൽ എല്ലാം നോക്കി കിടന്നുള്ളണേ. അവൾക്ക് ഇഷ്ടമായി കൊണ്ടുവന്നപ്പോൾ. കാരണം എല്ലാവരും ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഫുള്ള് നട്ടു കൊടുക്കണം. ഇപ്പം ഈ മുളകിൽ തരം മുളക് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പലതരം മുളക് ഉണ്ടാവണം. നമ്മളെല്ലാം കൂടി പൊടിപ്പിക്കാനല്ല എടുത്തത്. അപ്പോൾ അതിലുണ്ടായിരുന്ന കുരിയല്ല നമ്മൾ ഇട്ട് കൊടുത്തേ. അപ്പോൾ നട്ടു തുടങ്ങട്ടെ. നമ്മൾ പറിക്കുമ്പോൾ തന്നെ 2 തൈകൾ ചിലപ്പോൾ 3 തൈയൊക്കെ ആയിട്ട് വന്ന് നോക്കണേ. അപ്പോൾ അത് അകത്തി വെക്കണില്ല. അപ്പോൾ ചിലപ്പോൾ അത് വേര് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ 2 തൈയായിട്ട് കിട്ടിയത് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാട്ടാ. നമ്മുടെ ഈ മുളക് ഉണ്ടാകുമ്പോഴേക്കും ഈ തക്കാളി തൈകൾ പോവും. അതാണ് ഇതിൻ്റെ അടുത്തേക്കായാലും നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അല്ലോ ഇവിടെ ഇരുന്നോട്ടാ. പൂ കൊണ്ടുപോട്ടാ. ഇനി നമുക്ക് ചീര പറിക്കാം. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് നല്ല ചീരത്തൈകൾ കുറച്ച് നമുക്ക് അവിടുത്തെ പറമ്പിൽ വയ്ക്കണം, വീട്ടിലത്തെ പറമ്പിൽ. അപ്പം ഞാൻ അത് പറിച്ചിട്ട് പോവാം. അതവിടെ നട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മുളകും തൈ പറിച്ച് ഇങ്ങോട്ട് വരാം. അപ്പോളേ നോക്കിയേ, കുറേ എന്താ പറയുക പച്ചച്ചീരത്തൈകൾ ഇങ്ങനെ നിറച്ച് മുളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അവിടുത്തെ വീട്ടിലത്തെ പറമ്പിലുണ്ട് ചീരയെങ്കിലും കൂടിയിട്ട് കാറ്റ് വന്നില്ലേ, ചുവപ്പ് തണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇവിടുത്തെ ആണെങ്കിൽ എല്ലാം നല്ല പച്ച തണ്ടാ. അപ്പോൾ ചെറിയ തൈകൾ നോക്കിയിട്ടാട്ടോ നമ്മൾ പറിച്ച് വയ്ക്കുള്ളൂ എത്ര പോകുന്നത്. വേര് പിടിച്ച് വരുമ്പോൾ നന്നായി വരും. അപ്പോൾ ഇത്രയും തൈകൾ പറിച്ചു. ഇതവിടെ കൊണ്ടുപോയി ഇനി കൊണ്ടുവന്ന് നട്ടിട്ട് ഇത് വരാം. ഇപ്പം നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ചീരത്തൈ കൊണ്ടുപോകണു, അവിടെ നിന്ന് വരുമ്പോൾ മുളക് തൈ കൊണ്ടുവരുന്നു. അത് കാരണം പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല. കുറച്ച് നടക്കണമെന്നുള്ളൂ. അപ്പോൾ നോക്കി നമ്മുടെ മുളക് നട്ട് കഴിഞ്ഞു കേട്ടാ. നമ്മൾ ഇവിടെ വലിയ മുളകും കടകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അതുമ്മേ അത്യാവശ്യം ചെറുതായിട്ട് പൂവൊക്കെ ഉള്ള കാരണം നമ്മളത് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിരിക്കുക കേട്ടാ. ഇവിടെ ഒരു 5-8 കടകൾ മാത്രം, ബാക്കിയുള്ളടത്തേക്ക് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മുളക് കിട്ടുന്നു പൊട്ടിക്കാനായിട്ട്. അപ്പം എന്താണെങ്കിൽ അത്രയും നന്നായിട്ട് മുളക് ഉണ്ടായിരുന്ന കടകളാണ്. അപ്പോൾ പിന്നെ ഉള്ളതും കൂടി കഴിയണ വരെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് നിർത്തി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചീര ഒരു സ്റ്റെപ്പ് കൂടി പറിക്കാണ്ട് അത് പറിക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചീരത്തൈ കൊണ്ടുകൊണ്ട് കൂടിയിട്ട് നമ്മുടെ അവിടെ നടാൾ ചകിയൂട്ടാ. ഒരു 3 റൗണ്ടായിട്ട് നടക്കണ്ട വന്നേ. അപ്പളിക്കുള്ളതായി നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വേഗം വയ്ക്കാം. എന്തായാലും ഇത് തകിയും. നമ്മുടെ ഉള്ളി കാട്ടിയൊന്നുമില്ലല്ലോ. എല്ലാ വീഡിയോയിലും ഞാൻ കാട്ടിയിട്ടുണ്ടേ. നോക്കിയ ഉള്ളി ഇതിങ്ങനെ ഒതുക്കി പിടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ചിലപ്പോൾ കാണായിരിക്കും. ഉള്ളി കൂടെ കണ്ടോ ഉള്ളി നിൽക്കണത്. എല്ലാ കടിയുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഒരു സ്റ്റെപ്പ് നമ്മളിതാ ചീരത്തൈ നടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു തടത്തിലും കൂടിയിട്ടാണ് എനിക്ക് ചീരത്തൈ നടാനുള്ളത്. അതിപ്പോൾ നമ്മുടെ ഈ ചട്ടിയിലത്തെ ഈ ചീരത്തൈകൾ ഉണ്ടായി കഴിഞ്ഞാൽ തികയണം. കാരണം നമ്മൾ കുറച്ച് കൂടുതൽ പറ്റണത് അത്രയും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ.
അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ കൊണ്ടുവന്ന് നമ്മുടെ ചീരത്തൈകൾ നമ്മൾ വിചാരിച്ച തരത്തിൽ ഫുള്ള് നടാനുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്, പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ പറമ്പിലേക്ക് പോകണം. അതിന് മുന്നായിട്ട് നമ്മുടെ പാചകമൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഓടിയ വന്ന് ഇതിലെ ചോടാ എൻ്റെ അമ്മീ തിക്കും തിരക്കും ബഹള ഇതിൻ്റെ ഉള്ളില്. ഈശ്വര ആ അതിന് പൗഡറുകൾ ഉണ്ട്, പക്ഷെ പച്ചക്കറി കുറവാണ്. ബ്ലാക്ക് മുടിയുള്ളതല്ല മറ്റോ. അവന് ഭയങ്കര ക്ഷീണം ഇപ്പോൾ. പക്ഷെ ക്ഷീണം ഇവിടെ ഒക്കെ എടുക്കുക മാത്രമല്ലോ. ഞാൻ എൻ്റെ കൂടെ പാലുടിക്കാൻ വരുമ്പോഴേ ജാലിനെ കാണുമ്പോൾ കാണണം കുറച്ച് ചെല്ലണത്. അപ്പം ഞാൻ ദൈവം ഇവരാണ് ആളെ കണ്ടു കഴിഞ്ഞു 13 അതല്ല അവനെ റൊണാൾഡോ മോട്ടർ ഇട്ടിട്ട് അതിലല്ല കളി. അപ്പൊ ആ താപ്പില് മറഡോണ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കുളിയും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേര് അപ്പുറത്തെ റോഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോടാണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ. ഗിരി ചേച്ചിനെ കാണുമ്പോൾ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ആലോചിക്കണേ. ഗിരി ചേച്ചി നിൽക്കണോണ്ട് ഇപ്പൊ കുറയ്ക്കാനും പറ്റില്ലല്ലോ. പൊണ്ണ് നോക്കിയടാ, ആരാ നോക്കണേ എന്നൊരു പെണ്ണ്. കണ്ടിട്ട് അല്ലേ? നമ്മൾ ഈ പറമ്പിലേക്ക് തന്നെ പോന്നു കേട്ടാ. കാരണം നമുക്കിവിടെ കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ട്. അപ്പൊ നോക്കി നമ്മുടെ നിത്യവഴുതിരിങ്ങ അപ്പത്തേക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിത്യവഴുതിനിങ്ങ. തൈയുള്ളത് നല്ലതാട്ടോ വീട്ടിലൊക്കെ. കാരണം ഞാൻ പറയാറുള്ള പോലെ ഒരു കറിക്ക് ക്ഷാമം വരില്ല ഇവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും പൊട്ടിച്ചു. ഇനി നമുക്ക് അവിടെ കൊണ്ടിട്ട് പൊട്ടിക്കാൻ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ഉണ്ട് പൊട്ടിക്കാനേ. നമുക്ക് നിത്യവൈദ്യനിക്ക് നിർത്താൻ പറ്റില്ലല്ലോ. മൂത്ത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ലേ. അപ്പോൾ നോക്കിയാൽ എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. ഇനി നമുക്ക് വെണ്ടക്കായ പൊട്ടിക്കാം. തക്കാളിയൊക്കെ ഉണ്ട്. നമ്മുടെ വെണ്ടക്കായേ നമ്മുടെ വീഡിയോയിൽ എന്നും കാണിക്കാൻ പറ്റണില്ല കേട്ടാ. കാരണം എന്താണെന്നറിയോ, വെണ്ടക്കായ പെട്ടെന്ന് മൂക്കിപ്പോൾ. കാരണം അത് ഉണ്ടായി കഴിഞ്ഞു തുടങ്ങി. കണ്ട ഓരോക്കിലുണ്ടായി. ഇപ്പോൾ ഇതിമൊന്നും ഇല്ലാണ്ടായി തുടങ്ങി. അപ്പം ഇത് കളയാറായിട്ടുണ്ട്. അപ്പം എല്ലാം വെണ്ടക്കായ നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ പയർ കറി വയ്ക്കുന്ന പോലെ ഇപ്പോൾ വെണ്ടക്കായ കൊണ്ട് തോരൻ വയ്ക്കുമ്പോഴേ പച്ച വെണ്ടക്കായും ചുവപ്പ് വെണ്ടക്കായും കൂടി ഒരുമിച്ച് വയ്ക്കില്ലേ. കണ്ടോ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഇലയമത്ത് നോക്കണ്ട കേട്ടോ. നമ്മൾ ജൈവമായി ഇതല്ലേ ചെയ്യണേ. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെണ്ണീർ കലക്കിയിട്ട് തെളിച്ചിട്ടുണ്ടായിരുന്നു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതാണ് ഈ വെള്ള കളറ്. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയമ്മ നിഞ്ഞ് കിട്ടൽ കുറവാണ്.
ഇനി വല്ല നോക്കി കഴിഞ്ഞാൽ വല്ല വിരലിലുണ്ടാവുന്ന 2-3 കിട്ടുള്ളൂ കേട്ടോ. ഇത് ഇന്ന് തന്നെ കണ്ടപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. കണ്ടൊക്കെ ഇനി നമ്മുടെ തക്കാളി പൊട്ടിക്കാം. തക്കാളി പഴുത്തത് 2-3 ഉള്ളൂ കേട്ടോ. അതാ പൊട്ടിച്ചെടുക്കണുള്ളൂ, പഴുത്തത് മാത്രമേ. അപ്പോൾ ദാ ഇത്രയും തക്കാളി പൊട്ടിച്ചു. ഇനി നമ്മുടെ ചീരയായിട്ട് അരിയണേ. ചീര പിന്നെ കണ്ടോ, ഇത് നമ്മൾ ചീര നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം നട്ടൂല നമ്മൾ. ഇതൊക്കെ നമ്മുടെ തന്നെ മുളച്ച ചീരകൾ. അപ്പോളേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ പണിസ്ഥലത്ത് കുട്ടികൾ വീട്ടിൽ പോണവരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ഈ ചീര അരിയണത് കേട്ടാ. ഈ ചീരക്കടയ്ക്ക് നോക്കി എന്ത് നല്ല ചീരക്കടയാ കണ്ടോ. ഇലയുടെ ഭംഗിയും തണ്ടിയുടെ കനവും കണ്ട. ഇപ്പം ഞാനേ നമ്മുടെ ഈ വെണ്ട നിൽക്കണേൻ്റെ ഇടയിൽ നിന്ന് മാത്രം കേട്ടോ ഇത്രയും ചീര അരിഞ്ഞത്. ഇത് മതി അവർക്ക്. കണ്ടു നോക്കിയേ പച്ചച്ചീരയുടെ ഭംഗി. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇതുകൂടെ അരിയാം, അല്ലെങ്കിൽ കതിര് വരേ. പോണ വഴിക്ക് കാണുന്നത് അരിയണത് കേട്ടാ. അപ്പം ഇന്ന് 2 പേർക്ക് ആണ് ചീര വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അവർക്കാണ് കൊടുക്കുക. നമ്മുടെ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ പണിസ്ഥലത്തേക്ക് വയ്ക്കാൻ കൊടുക്കും. പിന്നെ പിന്നെ ചീരയ്ക്കാണ് ഇത്തിരി കൂടുതൽ വരിക. അപ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെ അവരെന്നെ എന്താ പറയുക അവർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകിട്ട് ചീര അരിഞ്ഞത്, അവരുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോഴേക്കും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. പോവാ പേലിക്കുട്ടി, നമുക്ക് വാ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇത്രയും പച്ചക്കറികളായിട്ടാ പൊട്ടിച്ചെടുത്തേ. നമ്മളോട് കഴിഞ്ഞ വീഡിയോയിലിട്ടാ കുട്ടിപ്പട്ടാളങ്ങളെ എന്താ കാണിക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവരെ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു 3 മിനിറ്റോളം നമ്മളിവരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആയിട്ട് ഇവരൊന്ന് മെസ്സേജിങ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതായത് നമ്മൾ ബൈ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവരെ കാണിച്ചു നോക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറേ പേര് ബൈ പറഞ്ഞപ്പോഴേ പിന്നെ വന്ന് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇത് ബൈ പറഞ്ഞതിൻ്റെ പിന്നാലെ പരസ്യം വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കണം എന്താ പറയുക കുട്ടിപ്പട്ടാളങ്ങളെ കാണാണ്ട് പോയി നോക്കണേ. എനിക്കാണെങ്കിലോ ഭയങ്കര സന്തോഷം ഇവരെ അന്വേഷിക്കുമ്പോഴേ. കാരണം ഭയങ്കര പാവങ്ങളാണ് ഇവർ. എന്തൊരു പാവങ്ങളാണെന്നറിയോ. എന്താ പറയുക, ശരിക്കും എനിക്കിവരെ എൻ്റെ മക്കളെ തന്നെയാട്ടോ. അങ്ങനെ കാണാൻ തന്നെ ഇഷ്ടമാണ്. എല്ലാം അനുസരിക്കും അങ്ങനെ. അപ്പോൾ അത് കാരണം നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. എല്ലാ വീഡിയോയിലും എന്തായാലും ഞാൻ കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു ഭാഗയിലും കാണിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.